السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇംറാനിലെ 112 വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഇഫ് എ പാർട്ടി ഓഫ് ദ മുസ്ലിംസ് മീറ്റ്സ് ഡച്ച്, മുസ്ലിങ്ങളിലെ ഒരു സംഘം മരണത്തെ അഭിമുഖീകരിക്കുന്നു. ഇൻ കമ്പാറ്റിംഗ് ദ ഇൻഫിഡൽസ് ആൻഡ് ഹിപ്പോക്രൈറ്റ്സ്, സത്യനിഷേധികളും കപടവിശ്വാസികളുമായി പോരാടി സത്യവിശ്വാസികൾ മരണത്തെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ, ദെൻ അല്ലാഹ് ഹാസ് സോ പ്ലാൻഡ്, സത്യവിശ്വാസികൾ മരിക്കുന്നു, മറ്റവർ മരിക്കുന്നതുമില്ല. അപ്പോൾ ദെൻ അല്ലാഹ് ഹാസ് സോ പ്ലാൻഡ്, അല്ലാഹു തആല ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. ദാറ്റ് ദ മെജോറിറ്റി ഓഫ് ദം, അവരിൽ കൂടുതൽ പേരും സ്റ്റേ അലൈവ്, അവർ ജീവിച്ചിരിക്കട്ടെ. സോ ആസ് ടു ഡെപ്പിക്ട് ദ ക്ലിയർ ഡിഫറൻസ് ബിറ്റ്വീൻ ഈവിൾ ആൻഡ് ഗുഡ്, അതിലൂടെ നന്മയും തിന്മയും വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഡിഫീറ്റ് ആൻഡ് ട്രൂ വിക്ടറി, ഈ പരാജയം സംഭവിക്കുന്നു, വിജയമുണ്ടാകുന്നു എന്നൊക്കെ നമ്മളിവിടെ തീരുമാനിച്ച് കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ ഇവിടം കൊണ്ടല്ല അതിൻ്റെ യഥാർത്ഥമായ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. ദ എനിമീസ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, റിജോയ്സ്ഡ്, അവർ സന്തോഷിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ സന്തോഷിക്കുകയാണ്. അപ്പോൾ ഗെയിൻ ബാറ്റിൽസ്, യുദ്ധത്തിൽ അവർ വിജയിക്കുന്നു. ആ യുദ്ധ നേട്ടം കണ്ട് ആ സത്യനിഷേധികളായ കപടവിശ്വാസികളായ ആളുകൾ സന്തോഷിക്കുകയാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, എന്നാൽ കാര്യങ്ങളുടെ അവസാനം, എൻഡ് ഓഫ് ദ ഡേ, ഒരു വിധിയും കാര്യങ്ങളും ഒക്കെ വരണമല്ലോ ഇതിൻ്റെ എന്താണ് എന്ന്. ഇറ്റ് വാസ് ക്ലിയർലി ഇസ്ലാം ദ വിക്ടോറിയസ്, ഇസ്ലാം മുന്നോട്ട് വെച്ച അധ്യാപനങ്ങളും അതിലൂടെ ജീവിച്ചവരും അതിലൂടെ മരിച്ചവരും ഒക്കെയാണ് യഥാർത്ഥമായ വിജയശ്രീലാളിതരാകുന്നത് എന്ന് കാണും. ഇവിടം കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നതല്ല. ലൈക്ക് വൈസ്, അതുപോലെ വെൻ എവർ ഇസ്ലാം ആൻഡ് ഇറ്റ്സ് കോർ ടീച്ചിങ്സ്, എപ്പോഴൊക്കെ ഇസ്ലാമിനും അതിൻ്റെ പ്രധാനപ്പെട്ട അധ്യാപനങ്ങൾക്കും ഷാൽ ബി ത്രട്ടൻസ്, അതിന് ഭീഷണി നേരിടുമ്പോൾ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല, അതിൻ്റെ അധ്യാപനങ്ങളൊക്കെ മാറ്റിമറിക്കപ്പെട്ടു, ആളുകളൊക്കെ അത് ഉപേക്ഷിച്ച് മറ്റു രീതിയിൽ ഉള്ള ജീവിതം നയിക്കുകയാണ്, അങ്ങനെ ഇസ്ലാമിൻ്റെ അധ്യാപനത്തിനനുസരിച്ച് ജീവിക്കുന്നതേയില്ല. ഷാൽ ബി ത്രട്ടൻ ആൻഡ് ട്രാമ്പിൾഡ് ടു ഡസ്റ്റ്, എന്നിട്ട് ആ ഇസ്ലാമിക അധ്യാപനങ്ങളെ ചവിട്ടി മെതിക്കപ്പെടുന്ന സന്ദർഭത്തിൽ
and the hypocrites and infidels rejoicing upon its condition. ഇസ്ലാമിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് കപടവിശ്വാസികളും സത്യനിഷേധികളും സന്തോഷിക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ ഇസ്ലാം പോയി. ഇസ്ലാമിനകത്തുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ അധ്യാപനം അനുസരിച്ച് ജീവിക്കാത്ത അവസ്ഥ വരുകയും അതുപോലെ സത്യനിഷേധികളും കപടവിശ്വാസികളും ഇതിനെ നേരിട്ട് ഇതിനെ നാമാവിശേഷമാക്കുകയും ചെയ്ത് അങ്ങനെ ഇസ്ലാം പോയി എന്ന് കരുതുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അള്ളാഹ് ഷാൽ റേസ്, അപ്പോൾ അള്ളാഹു തആല ഉയർത്തുന്നതാണ് സ്പെസിഫിക് റിഫോമേഴ്സ്, ചില പ്രത്യേകമായിട്ടുള്ള പരിഷ്കർത്താക്കളെ അള്ളാഹു ഉയർത്തും. ആൻഡ് ആം ദം, എന്നിട്ട് അവരെ ആയുധധാരികളാക്കും. വിത്ത് ദ ലൈറ്റ് ഓഫ് റെവലേഷൻ, അവരുടെ ആയുധം എന്ന് പറയുന്നത് വെളിപാടിൻ്റെ പ്രകാശമാണ്. അപ്പോൾ വെളിപാടിൻ്റെ പ്രകാശം കൊണ്ട് ആയുധധാരികളായി അത്തരത്തിലുള്ള ആളുകളെ അല്ലാഹു തആല ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഉയർത്തുന്നതാണ്. ടു ബ്രിങ് ബാക്ക് ദ ഒറിജിനൽ ഗ്ലോറി ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ആ മഹത്വം തിരികെ കൊണ്ടുവരുന്നതിനായി ചില പ്രത്യേക പരിഷ്കർത്താക്കളെ അല്ലാഹു തആല അവരുടെ ഇടയിലേക്ക് ഉയർത്തുന്നതാണ്. ആൻഡ് ബേസ് ഇൻ ദ സെയിം ഗോ ഇറ്റ്സ് എനിമീസ്, അതുപോലെ അപ്പം ശത്രുക്കൾ അപമാനിക്കത്തക്ക നിലയിൽ അപമാനിതരായ നിലയിൽ അല്ലാഹു തആല ഇസ്ലാമിനെ ഉയർത്തി കാട്ടുകയും ഉയർത്തി കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. തസ് ദ റിജോയ്സിങ് ഓഫ് ദ എനിമീസ് ഓഫ് ഇസ്ലാം, അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ആ സന്തോഷാധിക്യം ഈസ് ഷോർട്ട് ലിവ്ഡ് ഫോർ, ഒരല്പകാലമേ നിൽക്കൂ. അവർ വിജയിച്ചു എന്ന് കരുതി അവരങ്ങനെ സന്തോഷിച്ച് ഇരിക്കും. പക്ഷേ ആ വിജയം വെറും താൽക്കാലികമായിട്ടുള്ള ഒരു വിജയമാണ്. കം വാട്ട് മേ, എന്തു തന്നെ ആയാലും ശരി, ഇറ്റ് ഈസ് ഇസ്ലാം, ഇസ്ലാം തന്നെയാണ് വിച്ച് ഷാൽ ബി വിക്ടോറിയസ്, വിജയശ്രീലാളിതമാകുന്നത്. ഇസ്ലാമും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുമാണ് വിജയശ്രീലാളിതാവുന്നത്. എന്തൊക്കെ ഭൗതിക സാഹചര്യങ്ങൾ ഈ ഭൂമുഖത്ത് ഉണ്ടായാലും അതിനെ നിലനിർത്തുന്നതിനുള്ള സംവിധാനങ്ങൾ അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്നു. ഹാവിങ് ഗോട്ട് ദ ഹെൽപ്പ് ഓഫ് ഗോഡ് ടു ഫർദർ ഇറ്റ്സ് എക്സിസ്റ്റൻസ്, അള്ളാഹുവിൻ്റെ സഹായം ലഭ്യമാകുന്നതിലൂടെ അതിൻ്റെ തുടർന്നുള്ള നിലനിൽപ്പിന് പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഭൂമുഖത്ത് നടക്കും. അപ്പോൾ നമ്മളൊക്കെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അല്ലാഹു തആല അവൻ്റെ നടപടിക്രമങ്ങൾ ഈ ഭൂമുഖത്ത് നടക്കും. നമ്മളൊക്കെ കപടവിശ്വാസികളോ നിരീശ്വരവാദികളോ അവിശ്വാസികളോ ഒക്കെ ആയി മാറിയാലും അതൊക്കെ അതിലൂടെ നമുക്ക് ചിലപ്പോൾ വലിയ നേട്ടങ്ങളൊക്കെ ആയിരിക്കും ഈ ലോകത്ത്. ഒരു കുറച്ച് കാലം, വളരെ ഷോർട്ട് പീരീഡിലുള്ള ഒരു ജീവിതം മാത്രം കൊടുത്തിരിക്കുന്ന മനുഷ്യന് ഇവിടെ വെച്ച് കാര്യങ്ങൾ എല്ലാം നിശ്ചയിക്കപ്പെട്ടു എന്ന് നമുക്ക് കരുതുവാൻ ഒരു നിർവാഹവുമില്ല. അങ്ങനെ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ എന്നെന്നും നിലനിൽക്കുന്നതിന് പര്യാപ്തമായ അവസ്ഥാവിശേഷം അത് തകർന്ന് തരിപ്പണമായി എന്ന് കരുതുന്ന സന്ദർഭത്തിൽ അതിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി റെവലേഷൻ, വെളിപാടുകൾ എന്ന് പറയുന്ന ആയുധങ്ങൾ അണിയിച്ച് അല്ലാഹു തആല അവൻ്റെ ദാസന്മാരെ ഭൂമിയിലേക്ക് നിയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ്. തുടർന്നുള്ള വചനത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ളുരിബത് അലൈഹിമു ദില്ലത്തു ഐനമാ സുഖിഫു ഇല്ലാ ബിഹബ്ലിൻ മിനല്ലാഹി വഹബ്ലിൻ മിനന്നാസി വബാഉ ബിഗളബിൻ മിനല്ലാഹി വളുരിബത് അലൈഹിമുൽ മസ്കനത്തു ذلك بأنهم كانوا يكفرون بآيات الله ويقتلون الأنبياء بغير حق ذلك بما عصوا وكانوا يعتدون. ഇൻഷാ അല്ലാഹ് ഈ വചനത്തിൻ്റെ അർത്ഥവും വിശദീകരണവും നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് തുടരാം. അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ നാളെ കണ്ടുമുട്ടുന്നു. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി